നമസ്കാരം. പേരെന്തായിരുന്നു ചേച്ചി? സോണി. ചേച്ചി, ഇപ്പോ രാജ്യം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഒരു വേളയാണല്ലോ. ഇതിന് തൊട്ട് മുന്നോടിയായിട്ട് രാജ്യം വലിയ രീതിയിൽ ഒരു പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിച്ചു. ദില്ലി ജന്തർ മന്ദിറിൽ പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങളായിരുന്നു, ജെൻസി വിഭാഗത്തിലുള്ള കുട്ടികളായിരുന്നു പ്രതിഷേധിച്ചത്. ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചേച്ചിയുടെ ഒരു അഭിപ്രായം എന്താണ് ഈ ഒരു സമയത്ത്? ഇപ്പോഴത്തെ ജെൻസി കുട്ടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ യാതൊരു യാഥാർത്ഥ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു സമരം നടത്തിയെന്നാണ് പറയാൻ കഴിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ നീറ്റ് എക്സാമിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് അവർ ഒരു സമരം നടത്തിയത്. ആ സമരത്തിൻ്റെ സത്യാവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാം കഴിഞ്ഞു, അതിനുള്ള പരിഹാരം നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് എടുത്തു കഴിഞ്ഞു. എന്നിട്ടും മോദിജീനെ കുറിച്ചും ഒരുപാട് അസഭ്യങ്ങൾ കേൾക്കാനിടയുണ്ടായി. അപ്പോൾ നമ്മളൊരു സാധാരണ വ്യക്തിയെ കുറിച്ച് പോലും നമ്മൾ ആരും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ്, ഒരു പാർട്ടി എന്നുള്ളതല്ല, BJP എന്നുള്ളൊരു പാർട്ടി അല്ല, നമ്മുടെ പ്രൈം മിനിസ്റ്ററെയാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു അച്ഛനെ പറയുന്നതിന് തുല്യമാണ്. അപ്പൊ നമ്മളുടെ ഒരു രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന അത്രയധികം പ്രായമുള്ള, നമ്മൾ അത്രയും റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആ കുട്ടികളോടും പറഞ്ഞ വ്യക്തികളോടും വളരെ ലജ്ജ തോന്നാണ്. ഇപ്പോൾ ഈ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ അസഭ്യം പറയുകയും അതോടൊപ്പം തന്നെ ഒരുപാട് പരിഹാസങ്ങൾക്ക് വിധേയമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർ തന്നെ ജയിലിൽ കിടക്കുന്ന, രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിൽ കിടക്കുന്ന ആളുകളെ റിലീസ് ചെയ്യണം എന്നുള്ള രീതിയിലേക്കുള്ള കാഴ്ചപ്പാടോടുകൂടി പ്രതികരിക്കുന്നത് കണ്ടിരുന്നു. അപ്പോൾ ഇത് ഇവരുടെ ഇടയിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് രാഷ്ട്രവിരുദ്ധ ശക്തികൾ കയറി പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോ പെട്ടെന്ന് പൊട്ടിമുളച്ച പോലെ ഒരു പാർട്ടി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്, CJP എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കുട്ടികളിലേക്ക് എനിക്ക് തോന്നുന്നത് ഒരു മത തീവ്രവാദം എന്ന രീതിയിലാണ് കുട്ടികളെ ഉപയോഗിക്കുകയാണ്. ചെറുപ്പക്കാരായ കുട്ടികളെ ഉപയോഗിച്ചിട്ട് അവരെ ചിന്തിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ, തീവ്രവാദപരമായിട്ടുള്ള എന്തോ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്യുന്ന, അല്ലെങ്കിൽ മോദിജീനെ ഇറക്കാൻ വേണ്ടിയിട്ട്, ഭരണത്തിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന 100% അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഈ BJPയെ ഇത് ഏതെങ്കിലും രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ ഈ ഒരു വിഷയം? ഒരിക്കലുമില്ല. ജനങ്ങൾക്ക് വേണ്ടി അത്രയധികം നന്മ ചെയ്യുന്ന ഒരു പ്രൈം മിനിസ്റ്ററാണ് നമുക്ക് 10 വർഷം ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ മോദിജി ഭരണത്തിൽ വന്നതിന് ശേഷം, അല്ലെങ്കിൽ BJP ഭരണത്തിൽ വന്നതിന് ശേഷം ആളുകൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഇനിയും ഒരു 10 വർഷം കൂടി മോദിജി തന്നെ ഭരിക്കാനായിട്ട് മോദിജിക്ക് ആയുസ് ആരോഗ്യം കൊടുക്കട്ടെ എന്നാണ് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ മോൻ എന്നോട് ചോദിച്ചു, BJP ഭരിച്ചത് കൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൻ ഒരു ഇത് പറഞ്ഞെന്താന്ന് വെച്ചാൽ, റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വാഹന സൗകര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് യാത്രയ്ക്ക് നമുക്ക് റെയിൽവേ വളരെ ഇതാണ്. പണ്ടൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് റെയിൽവേ ട്രാക്കിലേക്ക് മൂക്ക് കുത്തിയിട്ടേ നോക്കാനാവുള്ളായിരുന്നു. അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നു. ആ സിറ്റുവേഷനൊക്കെ ഇപ്പോൾ മാറി. ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ്, യാത്ര ചെയ്യാനുള്ള സൗകര്യം കിട്ടുക എന്നുള്ളത്. അത് നമുക്ക് അത്രയും നല്ല രീതിയിൽ ഒരുക്കി കിട്ടിയത്. അതേപോലെ തന്നെ പൊതുസ്ഥലത്ത് മലമൂത്ര വിസർജനം, ശൗചാലയം എന്ന് പറഞ്ഞിട്ടാണ് മോദിജീനെ ആളുകൾ ആദ്യം കളിയാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ BJP ഭരണത്തിൽ വന്നതിന് ശേഷമാണ് അകത്തളങ്ങളിൽ കഴിയുന്ന അമ്മമാർക്ക് പോലും ആശ്വാസം ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ ജനങ്ങൾ മറക്കുകയാണ്. അപ്പോൾ ഇനിയും BJP ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാകും. അത് 100% ഉറപ്പാണ്. ഈ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ നിന്ന് BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് പ്രവർത്തന രംഗത്തേക്ക് വരുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ളൊരു എതിർപ്പ് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എന്നോട് ഇപ്പോഴും, ഇന്നലെ പോലും എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചത്, സ്റ്റാറ്റസ് ഇട്ടപ്പോൾ നീ BJP പ്രവർത്തകയല്ലേ, BJP ക്രിസ്ത്യൻ വിശ്വാസത്തിന് എഗെയിൻസ്റ്റ് അല്ലേ എന്നാണ് ചോദിച്ചത്. പക്ഷെ എനിക്ക് ആ വ്യക്തിയോട് മാത്രമല്ല
പൊതുജനങ്ങളോട് പറയാനുള്ളത്, ഞങ്ങളൊക്കെ BJP, ഞാൻ കോൺഗ്രസിൽ നിന്ന് വന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ BJP ഒരിക്കലും ക്രിസ്തീയ സമൂഹത്തിന് എഗെയിൻസ്റ്റ് അല്ല. ക്രിസ്തീയ സമൂഹത്തിനെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഞങ്ങൾക്കൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതും. നിങ്ങൾ പള്ളിയിൽ അച്ഛന്മാരെയോ സിസ്റ്റേഴ്സിനെയോ തെറി വിളിക്കുകയോ ചീത്ത വിളിച്ചിട്ട് BJP-യിലാണ് എന്ന് പറഞ്ഞിങ്ങോട്ട് വരരുത് എന്നാണ് പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് നമ്മളുടെ ഇടവക പള്ളിയിലെങ്കിലും നമുക്കൊരു സമ്പർക്കം ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങൾക്കൊക്കെ ഒരു നിർദ്ദേശം തന്നിട്ടുള്ളത്. എന്ത് സഹായം ആവശ്യം ഉണ്ടെങ്കിലും അവരെ അറിയിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു, ഒരിക്കലും BJP ക്രിസ്തീയ വിശ്വാസത്തിന് എഗെയിൻസ്റ്റ് അല്ല. അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിയൊക്കെ സർ, കേന്ദ്രമന്ത്രി, അവരൊക്കെ ഞാൻ പാർട്ടിയിൽ വരുന്നതിന് മുമ്പേ എല്ലാ പള്ളികളിലും ഏത് വിശേഷ ദിവസങ്ങൾ വന്നു കഴിഞ്ഞാലും സുരേഷ് ഗോപി സാറ് പള്ളികളിൽ ഞാൻ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് BJP പറയുന്ന വിശ്വാസത്തിന് എഗെയിൻസ്റ്റ് ആണ് എന്ന് പറയാൻ പറ്റുക? അത് മത തീവ്രവാദം ഉണ്ടാക്കുന്ന ആളുകൾ വേറെയാണ്. ഇപ്പോൾ നമ്മളുടെ സ്വാതന്ത്ര്യ ദിനത്തിന് നമ്മളുടെ ദേശീയ ഗാനം മുഴുവൻ പോലും ദേശീയ ഗീതം ആലപിക്കരുത് എന്നാണ് അവരുടെ ഒരു ഇൻസ്ട്രക്ഷൻ ആയിരുന്നത്. അതുപോലെ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കാലിക്കറ്റ് ഒരു മാരേജ് ഫംഗ്ഷനിൽ അവര് കാറ്ററിംഗ് സർവീസിന് വന്ന സ്ത്രീകളോട്, ഹിന്ദു സമുദായത്തിൽപ്പെട്ട സ്ത്രീകളോട് പറഞ്ഞത് പർദ്ദ ധരിച്ചിട്ട് വേണം അവിടെ വർക്ക് ചെയ്യാൻ എന്നാണ്. അപ്പോൾ അവരുടെ നെറ്റിയിലുണ്ടായിരുന്ന ചന്ദനം സിന്ദൂരം എല്ലാം മായ്ച്ചു അതിനൊന്നും ആരും അനുവാദം നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്, നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു, BJP ഒരിക്കലും മത തീവ്രവാദത്തിന് ഒപ്പമല്ല. എല്ലാ മതങ്ങളെയും കൂട്ടിച്ചേർത്ത് നിർത്താനാണ് BJP സർക്കാർ, BJP രാഷ്ട്രീയം അങ്ങനെയാണെങ്കിൽ കൂടി ശ്രമിക്കുന്നത്. ചേച്ചി ഒരു ക്രിസ്ത്യാനിയായി BJP-യിൽ പ്രവർത്തിക്കുമ്പോഴും, അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ട്, അല്ലെങ്കിൽ BJP-യിൽ വരുന്നതിന് മുന്നേ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിലേക്കുള്ള പ്രചരണം അഴിച്ചുവിടുന്ന സമയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ BJP-യെ പറ്റി ഉണ്ടാക്കാനായിട്ട് നിരന്തരമായിട്ട് ഒരു മുൻകാലങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ടോ? ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞാൻ BJP-യിൽ വരുന്നതിന് മുൻപ് തന്നെ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. BJP എന്ന് പറയുന്നത് ഒരു വർഗീയ തീവ്രവാദ സംഘടനയാണ്. RSS എന്ന് പറയുന്നത്, നമ്മൾക്ക് BJP-യിൽ ഒരുപാട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പുറത്തു നിന്ന് നോക്കി കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് ഞാനും വിശ്വസിച്ചിരുന്നത്. പക്ഷെ അതൊന്നുമല്ല സത്യം എന്നുള്ളത് നമ്മൾ ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക്, BJP രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധ്യം വന്നൊരു കാര്യമാണ്. മറ്റുള്ളവരെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ എനിക്ക് പൂർണ്ണ ബോധ്യം വന്നിട്ടുള്ളതാണ്. നമുക്ക് ഏത് ചർച്ചിൽ വേണമെങ്കിലും പോകാം, എവിടെ വേണമെങ്കിലും പോവാം, ഏത് വസ്ത്രം വേണമെങ്കിലും, മാന്യമായ വസ്ത്രധാരണം ഏത് വേണമെങ്കിലും ആകാം എന്നുള്ളതാണ് BJP സർക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയം ഉദ്ദേശിക്കുന്നുള്ളൂ. അതല്ലാത്ത രീതിയിൽ ഒരിക്കലും ഒരു വിശ്വാസത്തിന് എതിരായിട്ട് BJP രാഷ്ട്രീയം പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്.